ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്പെൽ വിത്ത് ദിന. സോ ഇന്ന് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിക്കാൻ പോവുകയാണേ. അപ്പോൾ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവൻ എന്താണ് ചെയ്യുന്നത്? അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്ത് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലേ, വാട്ട്. അവനാണ്, അപ്പോൾ വാട്ട് ഇസ് ഹീ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ഹീ ഡൂയിങ്. കണ്ടോ? ഇനി നമുക്ക് നടക്കാൻ പോകാം. ഇതൊരു സജഷൻ ചോദിക്കുകയാണ്. നമുക്ക് നടക്കാൻ പോയാലോ എന്ന് ഒരു സജഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലെറ്റ്സ് എന്നുള്ളത് യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ, നടക്കാൻ പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. കണ്ടോ? ഇനി നമുക്ക് ഫിലിമിന് പോകാം. എങ്ങനെ പറയും? ലെറ്റ്സ് ഗോ for a film. Let's go for a movie. കണ്ടോ? ഇനി ഞാൻ പോകട്ടെ. അഗെയിൻ നമുക്ക് ഞാൻ പോട്ടെ, എന്നാൽ ശരി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊരു സജഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലെറ്റ് മീ ഗോ അല്ലേ? ഇനി അത് അനുവാദം ചോദിക്കുകയാണെങ്കിലോ ക്യാൻ ഐ ഗോ. ഞാൻ പോയിക്കോട്ടെ. അനുവാദം ചോദിക്കുകയാണെങ്കിൽ ക്യാൻ ഐ ഗോ. അല്ലാതെ നമ്മൾ സാധാ പോലെ പറയുകയാണെങ്കിൽ ലെറ്റ് മീ ഗോ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഷോപ്പിങ്ങിന് പോകട്ടെ. അനുവാദം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? ക്യാൻ ഐ ഗോ ഷോപ്പിംഗ്. സജഷനായിട്ട് എങ്ങനെയാണ് പറയുക? താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ ക്ഷീണിച്ചു. എങ്ങനെ പറയും? ഐ എം ടയേർഡ്. ഞാൻ ക്ഷീണിച്ചു. ഐ എം ടയേർഡ്. ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ. എങ്ങനെ പറയും? ലെറ്റ് മീ സ്ലീപ്പ് ഫോർ സം മോർ ടൈം. സം മോർ, കുറച്ചുകൂടെ സമയം. ലെറ്റ് മീ സ്ലീപ്പ് ഫോർ സം മോർ ടൈം. അപ്പോൾ ഇത് ഒരു പെർമിഷൻ ആണെങ്കിൽ നമ്മളെങ്ങനെ പറയും? Can I sleep for some more time? കണ്ടോ? ഇനി ഞാനത് പറയാൻ പോവുകയാണ്. ഞാനിത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ പോവുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ എം ഗോയിങ് ടു എന്ന് യൂസ് ചെയ്യാം. ഐ എം ഗോയിങ് ടു, അത് പറയാൻ. I am going to say that. ഓക്കെ. ഇനി ഞാൻ എന്താണ് പറയേണ്ടത്? എങ്ങനെ പറയും? വാട്ട്, എന്താ പറയണ്ടേന്നല്ലേ. അപ്പോൾ വാട്ട് ഷുഡ് ഐ സേ. ഞാൻ എന്താ പറയേണ്ടത്? വാട്ട് ഷുഡ് ഐ സേ. ഇനി അവർ എന്നോട് പിണങ്ങി. ഈ പിണങ്ങി എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമുക്ക് നോക്കാം. ദേ, അവർ. ദേ ആർ ക്രോസ് വിത്ത് മീ. കണ്ടോ? ദേ ആർ ക്രോസ് വിത്ത് മീ. അവർ എന്നോട് പിണങ്ങി. ഇനി എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. ഇതെങ്ങനെ പറയും? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ.